ഈശോയിൽ സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ മക്കളെ, പുതിയൊരു പ്രഭാതത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 14-ാം തിരുവചനം. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ആരിലാണ് നമ്മുടെ പ്രത്യാശയെന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിലൂടെ പിതാവായ ദൈവം നമ്മളോട് പറയുകയാണ്. കർത്താവായ ദൈവത്തിൽ മാത്രമേ, നിന്നെ സൃഷ്ടിച്ചവനായ കർത്താവിൽ മാത്രമേ നിനക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. നിനക്ക് സൗഖ്യം ലഭിക്കണമെങ്കിലും, നീ രക്ഷിക്കപ്പെടണമെങ്കിലും ആ പിതാവായ ദൈവം നിന്നിൽ ദയയുണ്ടായെങ്കിൽ മാത്രമേ, നിന്നോട് കരുണ തോന്നിയാൽ മാത്രമേ നീ സൗഖ്യമുള്ളവനായി മാറുകയുള്ളൂ, നിനക്ക് രക്ഷയുണ്ടാകത്തുള്ളൂ. ആധ്യാത്മികമായ സൗഖ്യത്തിനായി നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. തിന്മയുടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ സംരക്ഷിക്കുവാനും ആ കർത്താവ് നിങ്ങളെ രക്ഷിക്കുവാനും ആ കർത്താവിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ടാകുവാനും ഇന്നത്തെ ദിവസം സമൃദ്ധമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷമേലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്ന് അവനിൽ അഭയം തേടുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്ക് നേർന്നു. ഇന്നത്തെ ദിവസം അത്ഭുതങ്ങളും അടയാളങ്ങളുമുള്ള ദിവസമായി മാറട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.